അനധികൃത ബംഗ്ലാദേശികളെ അതിർത്തി കടത്തിവിടാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രമത്തിനെതിരെ വലിയ എതിർപ്പുമായി ബംഗ്ലാദേശ് സൈന്യവും അവിടുത്തെ ഭരണകൂടവും രംഗത്തെത്തിയിരിക്കുന്നു. അവർ പറയുന്നത് ഇന്ത്യ തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, അനധികൃത ആളുകളെ ഞങ്ങളുടെ രാജ്യത്തേക്ക് തള്ളിവിടുകയാണ്, ഇത് അംഗീകരിക്കാൻ കഴിയില്ല, വേണ്ടി വന്നാൽ ഇന്ത്യയുമായി ഒരു സൈനിക നടപടിക്ക് മുതിരുമെന്ന് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിട്ട് ബംഗ്ലാദേശിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം 67 പേരെ ആണ് ഇന്ത്യ അതിർത്തി കടത്തി വിട്ടത്. ഇതിൽ 13 പേർ ബംഗ്ലാദേശ് സെക്യൂരിറ്റി ഫോഴ്സ് അതായത് BGBയുമായും BSFുമായുള്ള തർക്കത്തെ തുടർന്ന് സീറോ ലൈനിൽ കുടുങ്ങിക്കിടക്കുന്നു. മറ്റൊരു 57 പേരെ ലാൽ മോനിഹർ ഘട്ട് അതായത് കുച്ച് ബീഹാർ പശ്ചിമ ബംഗാളിന്റെയും ബംഗ്ലാദേശിന്റെ ബോർഡറാണ്. അവിടെ ലാൽ മോനിഹർ ജില്ലയിൽ 57 അനധികൃത ബംഗ്ലാദേശികളെ നാടുകടത്താൻ ശ്രമിച്ചപ്പോൾ അവിടെ BGB അതായത് ബംഗ്ലാദേശിന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അത് തടയുകയും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. തുടർന്ന് BSF ഫ്ലാഗ് മീറ്റ് വിളിച്ചു എങ്കിൽ പോലും BGB അതിൽ പങ്കെടുത്തില്ല. അതായത് ഈ ഇന്ത്യയിലുള്ള 2 കോടി വരുന്ന അനധികൃത ബംഗ്ലാദേശികൾ, ഈ 2 കോടി എന്ന് പറയുന്നത് 2016 കിരൺ റിഡ്ജു പാർലമെന്റിൽ പറഞ്ഞ കണക്കാണ് 2 കോടി. ഈ 2 കോടി ആളുകൾ ആണ് ഇന്ത്യയിൽ അനധികൃതമായി ബംഗ്ലാദേശിലുള്ളത്. ഇവരെ പുറത്താക്കുന്നത് തങ്ങൾ അംഗീകരിക്കില്ല, കാരണം ഇവരെ സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് ബംഗ്ലാദേശ് പറഞ്ഞു വെക്കുന്നത്. ഇവർ ഇന്ത്യയിലുള്ള അനധികൃതരാണ്, തങ്ങൾക്ക് അതിൽ ബാധ്യതകളൊന്നും തന്നെയില്ല, ഇവരെ അനധികൃതമായി ഇങ്ങോട്ട് തള്ളിവിടാൻ ശ്രമിക്കരുതെന്നും കൂടി പറയുന്നു. ഏതായാലും റോഹിംഗ്യകൾക്ക് പിന്നാലെ ഇന്ത്യയിലുള്ള 2 കോടി ബംഗ്ലാദേശികൾ പൂരും പേരുമില്ലാതെ അലഞ്ഞുതിരിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇനി നീങ്ങാൻ പോകുന്നത്. കാരണം ഈ 2 കോടി പേർക്ക് ഇന്ത്യ ഒരിക്കലും അംഗത്വം നൽകില്ല, പൗരത്വം നൽകില്ല, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യില്ല. അവരെ റോഹിംഗ്യകളെ പോലെ തന്നെ അനധികൃതമായി തന്നെയാണ് കണക്കാക്കപ്പെടുക. അപ്പോൾ സ്വാഭാവികമായും സ്വന്തം രാജ്യമുണ്ടായിട്ടും ആ രാജ്യം അംഗീകരിക്കാത്തവരായി നിൽക്കുന്ന ഈ 2 കോടി പേർ റോഹിംഗ്യകൾക്ക് ശേഷം ലോകത്ത് അലഞ്ഞുതിരിയാൻ വിധിക്കപ്പെടുന്ന, ഇല്ലെങ്കിൽ ഊരും പേരും ലോകവും ഭൂമിയുമില്ലാത്ത ഒരു സമൂഹമായി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനിടയിൽ അതിർത്തിയിൽ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ ഒരു സംഘർഷാവസ്ഥയും രൂപപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്.